നമസ്കാരം. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട രാജേട്ടൻ്റെ അടുത്താണ്. രാജേട്ടൻ പ്രവാസ ലോകത്ത് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു ബിസിനസ്സുകാരനാണ്. നമ്മൾ തമ്മിൽ ഫസ്റ്റിൽ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ അബുദാബി അമ്പലത്തിൻ്റെ ഒരു തറക്കല്ലിടിയിലാണ് 2019. ശരിയല്ലേ? അതെ, അത് ഒരു യാദൃശ്ചികമാണ്. കാരണം ഒരുപാട് ആൾക്കാർ അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിലും കൂടി എൻ്റെതാണ് ഒരു പേപ്പറിൽ വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നത്. അതെ, കാരണം അന്ന് അബുദാബിയിലെ കൂടുതൽ ആൾക്കാർക്ക് അറിയുകയും ചെയ്യില്ല ഈ അമ്പലം ഉണ്ടെന്ന്. കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പം അങ്ങനെ അറിയാനും അന്നത്തെ ദിവസം വരാനും ഇതൊക്കെ സാധിച്ചു. അതിനുശേഷം കുറേ കാലങ്ങളായിട്ട് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ടെങ്കിലും കൂടി ഇന്ന് ഞാൻ നിങ്ങളെ വിളിച്ചു, നിങ്ങൾ പറഞ്ഞു, ഉടനെ നിങ്ങൾ ഇങ്ങോട്ട് വന്നു. യെസ്, അതെല്ലാം ഒരു നിമിത്തമായിട്ട് കരുതുന്നു. കാരണം ഇതെല്ലാം ഒരു തറക്കല്ലിടലിന് കൂടെ നിൽക്കാനും അതിൻ്റെ അകത്ത് ആ തറക്കല്ലിൽ പൂവിട്ടിട്ട് നമസ്കരിക്കാനും അതിന് വട്ടം വരാനൊക്കെ എനിക്ക് സാധിച്ചു. അതിനുശേഷം ഇഷ്ടിക വെക്കുന്നതിനൊക്കെ പലപ്പോഴും വന്നിട്ടുണ്ട്. ഇഷ്ടിക വെക്കുന്ന സമയത്ത് ഇഷ്ടിക വെക്കുന്നതിനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ പ്രവർത്തനത്തിൽ പലപ്പോഴും ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ തന്നെ ആദ്യമായിട്ട് ഒരു പബ്ലിക് പരിപാടി നടത്തിയത് മുത്തപ്പൻ മഹോത്സവം. അതായത് കണ്ണൂരിൽ കേരളത്തിലെ ഒരു എല്ലാ സ്ഥലത്തുള്ള ആൾക്കാരുണ്ട്, കൂടുതലും കണ്ണൂരിലെ ആൾക്കാരാണ്. മുത്തപ്പൻ അബുദാബിയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന ഗ്രൂപ്പിലെ സംഘാടകരിൽ ഒരാളാണ് ഞാൻ. കാരണം അതിൽ എനിക്ക് അബുദാബിന്റെ മണ്ണിൽ മുത്തപ്പൻ കൊണ്ടുവരാൻ അജ്മാനിലും ഷാർജയിലൊക്കെ നേരത്തെ ഉണ്ട്, അജ്മാനിലും ദുബായിലൊക്കെ നേരത്തെ വന്നിരുന്നു. പക്ഷെ അബുദാബിയിലെ മണ്ണിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് പ്രഗത്ഭമായിട്ടുള്ള പല ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ ചെറിയ കൂട്ടായ്മയാണ് അതിന് നേതൃത്വം നൽകിയത്. പക്ഷേ അത് വളരെ ഭംഗിയായിട്ട് നടന്നു. ഇപ്രാവശ്യത്തെ 4ാമത്തെ മുത്തപ്പൻ മഹോത്സവം ഈ വരുന്ന ഒക്ടോബർ 11 നടക്കാൻ പോവുകയാണ്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം എവിടെ വെച്ചാണ് നടക്കാൻ പോകുന്നത്? ടെമ്പിളിൽ തന്നെയാണ്. ടെമ്പിളിലാകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ എല്ലാം അവർ തന്നെ ചെയ്യും. പുറത്തുണ്ടാകുന്ന സമയത്ത് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ പ്രൊക്കപ്പൻ്റ് ഉണ്ടാക്കിയിട്ട് വീഡിയോയിലൊക്കെ എടുത്ത് ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കും. അതിന് നിൽക്കേണ്ട അമ്പലം അതിന് വേണ്ടിയിട്ടുള്ള അമ്പലമാണ്. അമ്പലത്തിൽ തന്നെ അമ്പലം തറക്കല്ലിട്ടതിന് ശേഷം ആദ്യമായിട്ടുള്ള പരിപാടി നടത്തിയത് നമ്മളതാണ്, പബ്ലിക് പരിപാടി. അതിനുശേഷം ഇപ്പം പല പരിപാടികളും പൊങ്കാല അതുപോലത്തെ എന്തൊക്കെ ആറ്റുകാലിൻ്റെ പരിപാടി, അങ്ങനെ പലതും അയ്യപ്പൻ്റെ പരിപാടി അതൊക്കെ നടത്തുന്നുണ്ട്. അതെല്ലാം നമ്മുടേതാണ് ആദ്യമായിട്ട് നടത്തിയത്. അപ്പോൾ അവരിപ്പോഴും നമുക്ക് നല്ല മോസ്റ്റ് വെൽക്കമാണ്. അവിടെ സാമ്യമായിട്ടുള്ള വലിയ ആൾക്കാരെല്ലാമായിട്ടുള്ള ബന്ധം കൊണ്ട് നമ്മളെ ടീമിൻ്റെ പ്രസിഡന്റ് പിന്നെ എല്ലാ ആഴ്ചയിലും അവിടെ വളണ്ടിയറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലും നമുക്കൊരു വലിയ ചാരിതാർത്ഥ്യമുണ്ട്. നമുക്ക് എൻ്റെ പ്രവൃത്തിൻ്റെ കൂടെ തന്നെ എനിക്ക് കുറച്ച് നാടകം, അതുപോലെ കലാപരപരമായിട്ട് കവിത ചെല്ലും എഴുതും അങ്ങനെ ഉണ്ട്. പിന്നെ മറ്റുള്ള സാഹിത്യപരമായിട്ടുള്ള ഞാനൊരു ബുക്ക് എഴുതാനുള്ള പുറപ്പാടിലും കൂടിയാണ് ഇപ്പം. ശരി. അല്ല, ഈ നാടകത്തിലോട്ടൊക്കെ താല്പര്യം? നാട്ടിലെ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ചെറുതെ. പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ പല വഴിക്കും പോയതുകൊണ്ട് പിന്നെ അത് തന്നെ ഒരു അല്ല, അബുദാബിയിൽ ഈ മലയാളി സമാജമൊക്കെ പിന്നെ സോഷ്യൽ സെന്ററൊക്കെ നമുക്ക് അതിലോട്ട് എന്താണ് നാടകം ചെയ്യാനായിരുന്നാലും ഒക്കെ ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നല്ലോ. നാടകം പിന്നെ അത്രക്കുള്ള ഒരു ഇതൊന്നല്ല, ചെറുതായിട്ട് അഭിനയിച്ചിരുന്നല്ലാതെ കൂടുതലൊന്നും തരുന്നില്ല. അപ്പോൾ കലാപരമായിട്ടും പിന്നെ കുറച്ച് സാഹിത്യപരമായിട്ട് അല്ലെങ്കിൽ പിന്നെ സ്പോർട്സ് എൻ്റെ ഒരു നല്ല വിഷയമാണ്. എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റാണ് സ്പോർട്സ്. അതിൽ ഞാൻ പ്രൈസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ കേരള സോഴ്സ് സെൻ്ററിൻ്റെ, ഇന്ത്യൻ സോഴ്സ് സെൻ്ററിൻ്റെ ഒക്കെ സ്പോർട്സ് മീറ്റിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ബിസിനസ് രംഗത്ത് എന്ന് പറഞ്ഞാൽ ഏത് വർഷമാണ് ശരിക്കും യു എയിൽ വരുന്നത്? 79 വന്ന്. 79 വന്നു. ഓ ഗ്രേറ്റ്. വന്ന് എന്തായിരുന്നു അന്നത്തെ? ഞാൻ അലയനിലാണ് വന്നിരിക്കുന്നത്. അബുദാബി എയർപോർട്ടിൽ വന്ന് അലയനിൽ പോയി. അലയനിൽ എൻ്റെ ജ്യേഷ്ഠൻ അതിന് മുന്നേ ഉണ്ട്, 4 വർഷം മുന്നേ ജ്യേഷ്ഠനുണ്ട്. അലയനിൽ പോയി. അലയനിൽ എനിക്കൊരു അലയനിൽ ഞാൻ കുറച്ച് ടൈപ്പ് ചെയ്തെല്ലാം വന്നത്. അലയൻ ടൈപ്പിംഗ് സെൻ്ററിൽ ടൈപ്പിംഗ് നോക്കി. അപ്പോൾ അങ്ങനെ കുറച്ച് ജോലി അന്വേഷിച്ചു. പിന്നെ എനിക്ക് അവിടുത്തെ വളം ഫാക്ടറിയിൽ ഗവൺമെൻറ് അലയൻ മുനിസിപ്പാലിറ്റീൻ്റെയാണ് വളം ഫാക്ടറി, ഫെർട്ടിലൈസർ പ്ലാന്റ്. അതിലെനിക്ക് സ്റ്റോർ കീപ്പറായിട്ട് ജോലി കിട്ടിയിരുന്നതാണ്. ശരി. പക്ഷേ എൻ്റെ സ്പോൺസർ അന്നേരം എനിക്ക് പിന്നെ തന്നിട്ടില്ല, റിലീസ് തരുന്നില്ല. ഇത് ഗവൺമെൻറ് ആണെങ്കിലും കൂടി അവർ ഫോഴ്സ് ചെയ്യാനൊന്നും പറ്റില്ല. അവർ പറഞ്ഞു റിലീസ് വാങ്ങിച്ചു കൊടുത്താൽ നമുക്ക് ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. തന്നില്ല. പിന്നെ അങ്ങനെ അവിടുന്ന് വിട്ട് പിന്നെ വിടേണ്ടി വന്നു. അങ്ങനെ കുറച്ച് സമയം അവർ വെയിറ്റ് ചെയ്ത്
അപ്പോൾ നല്ലൊരു ജോലിയായിരുന്നു, അസിസ്റ്റൻറ്റ് സ്റ്റോർ കീപ്പറായിട്ടാണ്. പക്ഷെ അത് നല്ല ഇതാണ്, നല്ല ശമ്പളവും കിട്ടുമായിരുന്നു. പിന്നീട് വന്നിട്ട് പിന്നെ അവിടുന്ന് അലൈനിലേക്ക് വിട്ട് അലൈനിൽ അബുദാബി വന്ന് ഇവിടെ അഡ്മാക്ക് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ റോഡ് വർക്ക് ഉണ്ടായിരുന്നു മഫ്രക്കൽ. അപ്പോൾ അതിലൊരു സ്റ്റോർ കീപ്പറായിട്ട് ജോലി ചെയ്ത്. സ്റ്റോർ കീപ്പർ കറാനി വിത്ത് കറാനി, അന്ന് കറാനി എന്ന് പറയില്ല. കറാനി എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാർക്കുള്ള ഹാജർ എഴുതൽ, ടൈം കീപ്പറും സ്റ്റോർ കീപ്പറും എല്ലാം കൂടിയിട്ടുള്ള ഒരു ഇതാണ്. അത് കറാഫീൻ്റെ വർക്കായിരുന്നു. MA കറാഫി എന്ന് പറഞ്ഞാൽ ടോപ്പ് വർക്ക്, ഈ പാലങ്ങൾ റോഡുകൾ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. പക്ഷെ എനിക്ക് ശമ്പളം കിട്ടിയില്ല. കുറച്ച് നാളോടെ വർക്ക് ചെയ്ത് ശമ്പളം കിട്ടിയില്ല. അപ്പോൾ ശമ്പളം കിട്ടാതെ അതിനെ വിട്ടു. പിന്നീട് ഞാനൊരു വേറൊന്നും മാർഗമില്ല. പക്ഷേ എനിക്ക് കുറച്ച് നാട്ടിൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആയിട്ട് കുറച്ചൊരു ടച്ച് ഉണ്ട് അത് നമ്മളെ. അപ്പോൾ അതുകൊണ്ടും ഒരാളുടെ കൂടെ പ്ലംബിംഗ് വർക്കിൻ്റെ കൂടെ പോയി. അപ്പോൾ അങ്ങനെയാണ് ഒരു ഷോപ്പിലേക്ക് ചാൻസ് കിട്ടി. അപ്പോൾ ഷോപ്പിൽ ജോലി ചെയ്യാൻ തുടങ്ങി. ഷോപ്പ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ കാലം ജോലി ചെയ്തു ഷോപ്പിൽ. അതിനുശേഷം പിന്നെ നമുക്കൊരു ചാൻസ് കിട്ടി, ഒരു ഷോപ്പ് വിൽക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അത് എൻ്റെ ജ്യേഷ്ഠൻ പേപ്പറിൽ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനൊരു ഷോപ്പ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ എനിക്ക് പരിചയമില്ല ഒരാളാണ്. അപ്പോൾ പരിചയമില്ല ഒരാളാണ്. അത് പിന്നെ ലോക്കലാണ്, യമനി ലോക്കലായ ആളാണ്, അബൂബക്കർ എന്ന് പറഞ്ഞിട്ട്. ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നു. അബൂബക്കർ എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു, ഞാൻ പറയാമെന്ന് വെച്ചാൽ ഒരു ദൈവതുല്യനായിട്ടുള്ള ഒരാളാണ്. എന്ന് വെച്ചാൽ ഞാൻ ആദ്യം ജ്യേഷ്ഠൻ വിളിച്ചു പറഞ്ഞു, ഞാൻ വിളിച്ചു. പിന്നെ പക്ഷേ ഞാൻ വേറെ സ്ഥലത്ത് ജോലി ചെയ്യുന്നു, ബിൽഡിംഗ് മെറ്റീരിയൽസ് തന്നെ ജോലി ചെയ്യുന്നതുകൊണ്ട് ഞാൻ അവിടെ സ്റ്റോർ പോയിട്ട് വരുമ്പം തന്നെ എൻ്റെ ബിൽഡിങ് ഞാൻ വർക്ക് ചെയ്യുന്ന ബിൽഡിംഗ് ഇതാണെങ്കിൽ അതിൻ്റെ അടുത്ത ബിൽഡിങ്ങിലെ കോർണറിലാണ് ഈ ഷോപ്പുള്ളത്. അപ്പം ഞാനത് സ്റ്റോർ ചെയ്യുവാത്ത സ്റ്റോർ പോയി വരുമ്പോഴന്നെ ഞാൻ ഇത് കണ്ടു, ഈ സ്ഥലത്തുള്ള ഇത് കണ്ടു. ഇതുകൊണ്ട് ഈ മുന്നിലെ ഇതിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ കണ്ടു. ഞാൻ ജ്യേഷ്ഠനോട് പറഞ്ഞു, ജ്യേഷ്ഠൻ പറഞ്ഞു വിളിച്ചോ എന്ന് അപ്പം തന്നെ വിളിച്ചു ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ പണി തിരക്ക് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ച് ചോദിച്ചു. ഞാൻ വേറെ ആളും കൂടി പോയി സംസാരിച്ചൊക്കെ വന്നു. പിറ്റേ ദിവസം വീണ്ടും പോയി സംസാരിക്കാൻ നാളെ വാന്ന് പറഞ്ഞു. അപ്പോൾ അവരൊരു ഇതൊക്കെ ഉണ്ടാക്കി. അപ്പോൾ എന്നോട് പിറ്റേ ദിവസം പോയപ്പോൾ പറഞ്ഞു, ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു ഞാൻ ഫുള്ള് പൈസ തരാനൊന്നുമില്ല ഇങ്ങനെയാണ്. പക്ഷെ എന്നോട് പറഞ്ഞ അയാൾ പറഞ്ഞത് എനിക്ക് ഫുൾ പൈസ തരാൻ ഇവിടെ ആളുണ്ട്. യമനികളാണ്, ഫുൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് നൈദ സ്ട്രീറ്റിൽ കംപ്ലീറ്റ് യമനികളാണ്. അപ്പോൾ എനിക്ക് ഫുള്ളായിട്ട് പൈസ തരാൻ ആളുണ്ട് ഇവിടെ, എന്താ ചെയ്യുന്നത്. പക്ഷേ ഞാൻ നിന്നോട് വാക്ക് പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് തരുന്നു. കാരണം ഞാൻ അവരെ വൈഫും ഉണ്ട്, അവൻ്റെ വൈഫും ഉണ്ടായിരുന്നു, ലോക്കലാണ്, ലോക്കൽ പാസ്പോർട്ട് യമനിയാണ്. വൈഫും ഉണ്ടായിരുന്നു. പറഞ്ഞു ഞാൻ നിനക്ക് തരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കുറേ കാലമായിട്ട് അറിയുന്ന എനിക്ക് നല്ല ഇഷ്ടമാണ് ആ ഓഫീസർ. അയാൾക്ക് വലിയ ട്രേഡിംഗ് കമ്പനി ഉണ്ടായിരുന്നു, ഇമ്പോർട്ടും നല്ലതായിട്ടുള്ള. അപ്പോൾ അവരുമായിട്ട് അത്രയും നല്ല പരിചയമുണ്ട്. എൻ്റെ പരിചയം, എൻ്റെ പെരുമാറ്റം എൻ്റെ ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് അത് തരുന്നതാണ്. ഞാൻ പറഞ്ഞു ഞാൻ പകുതിയും കൂടി വാങ്ങിക്കേണ്ട എനിക്ക് തന്നിരിക്കുന്നത്. പിന്നെ അടുത്ത ദിവസം സ്റ്റോക്ക് ചെക്കിങ് എടുത്തു. ഞാനത് ഇതായിട്ട് 1 കൊല്ലത്തിനെടുക്കാന്ന് പേയ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ഒരു സപ്പോർട്ട് തന്നു ആ മനുഷ്യൻ. സപ്പോർട്ട് തന്നിട്ടില്ലെങ്കിൽ ഇന്ന് ആ സപ്പോർട്ട് തന്നത് അത് എനിക്ക് തന്നെ. അന്ന് എൻ്റെ ജ്യേഷ്ഠനോ അഞ്ജനോ അയാളെ അറിയില്ല. പക്ഷെ ആ തന്നത് എൻ്റെ ബ്രദേഴ്സും എല്ലാവരും കൂടി നന്നാവണം, എല്ലാവരും കൂടി വളരണം എന്ന് പറഞ്ഞിട്ട് ഞാനത് ഒരു നമ്മളെ കമ്പനിയാക്കി. അത് നമ്മളെ കുടുംബത്തിൻ്റെ ഒരു ഇതായിട്ടാണ് നമ്മൾ ഇതുവരെ വളർത്തിയിരുന്നത്. അപ്പോൾ അത് വളർന്നു. പക്ഷേ അതിൻ്റെ അകത്ത് ഞാൻ അന്നേരം വേറെ സ്ഥലത്ത് ജോലി ചെയ്യുന്നു, അനിയനും വേറെ സ്ഥലത്ത് ജോലി ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ സെറ്റപ്പാക്കി വേറെ ആൾക്കാരെ കൊണ്ടുവന്ന് പണിയെടുത്ത് നമ്മൾ അത് ചാലുവാക്കി. ജോലിയിലിരിക്കെ തന്നെ നമ്മുടെ ഒരു കമ്പനി സ്വന്തമാക്കി ഉണ്ടാക്കി. ഞാൻ അന്നേരം വർക്ക് ചെയ്യുന്ന ആളും നല്ല മനുഷ്യനാണ്. നല്ലതെന്ന് പറഞ്ഞാൽ അയാൾ മരിക്കുന്നവരെ അയാൾ നെയ്തൊക്കെ വന്നാൽ സലാം അലൈക്കും കെഫാലക്ക്, പിന്നെ എന്തൊക്കെയുണ്ട്, സുഖം തന്നെയല്ലേ, കച്ചവടം എങ്ങനെയുണ്ട്, നല്ല തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു അദ്ദേഹം. കാരണം ബാക്കിയുള്ള വേറെ യമനികളും മറ്റേ ആൾക്കാർക്കും നമ്മളൊരു ഈഗോ ആയിട്ടാണ്. കാരണം ഇവർ യമനികളുടെ കൂടെ വർക്ക് ചെയ്തിട്ട് ഇവിടെ ഒന്നും ബിസിനസ് ഉണ്ടാക്കിയില്ല എന്നുള്ള ഒരു ഈഗോ ഉണ്ടായിരുന്നു മറ്റുള്ള ആൾക്കാർക്കെല്ലാം. പക്ഷെ അദ്ദേഹത്തിന് അത് ഉണ്ടായിട്ടേ ഇല്ല. അയാൾ മരിച്ച സമയത്ത് ഞാൻ പോയിരുന്നു. അയാളുടെ മക്കളുമായിട്ടെല്ലാം എടുക്കലും ബന്ധപ്പെടാറുണ്ട്. അപ്പോൾ അയാൾ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, രാജു നിനക്കിപ്പോൾ ഷോപ്പ് ഉണ്ടല്ലോ, നിന്റെ തന്നെയല്ലേ, നീ പോയിക്കോ പറഞ്ഞു. അല്ലാതെ എന്നിട്ടാണ് ഞാൻ പോയിക്കുന്നത്. അത് അത്ര ഇതായിട്ട് പറഞ്ഞു, കൂളായിട്ട്. കാരണം
ഞാൻ പിന്നെ അവിടെ വർക്ക് ചെയ്തുകൊണ്ട് ഞാനുണ്ട്. പക്ഷേ ഞാനൊരു കണ്ടീഷൻ ഉണ്ട്, ഞാൻ ഇവിടെ വരുന്ന ഒരു കസ്റ്റമറെ ഞാൻ അങ്ങോട്ട് വിടാറില്ല. അവിടെ വരുന്ന കസ്റ്റമർ അല്ലാണ്ട് ഞാൻ എൻ്റെ കടയാന്ന് അവിടെ പോയിക്കോന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ടാവും, ആ സ്ഥലത്ത് ആത്മാർത്ഥമായിട്ടും അതിനോട് തന്നെ നമുക്ക് ഞാൻ ഒരിക്കലും പറയില്ല. സാധാരണ ഒരു മലയാളി എന്താ ചെയ്യൽ, മലയാളത്തിൽ പറയും, കസ്റ്റമറോട് മലയാളത്തിൽ പറയും ഇതാ എൻ്റെ ഷോപ്പ്, നീ അവിടെ പോയി അവിടെ നിന്ന് കിട്ടും അവിടുന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു കസ്റ്റമറെ പറഞ്ഞില്ല. അവരുടെ ഒരു കസ്റ്റമറെയും ഞാൻ വലിച്ചിട്ടുമില്ല. ഒരു കസ്റ്റമറെയും ഞാൻ അതിനുശേഷം എൻ്റെ അടുത്ത് വന്നിട്ട് കുറേ കസ്റ്റമർ, ഇവിടുത്തെ കസ്റ്റമർ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ട് ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞു വേണ്ട, നീ എപ്പോഴും വന്നിട്ട് എന്തെങ്കിലും ക്യാഷിനൊക്കെ വാങ്ങിച്ചോ, ഞാൻ അക്കൗണ്ട് ഞാൻ തുറക്കൂല എനിക്ക്. കാരണം അവിടുത്തെ കസ്റ്റമറെ വലിക്കാന്ന് പറഞ്ഞാൽ അത് എനിക്ക് ഭയങ്കര നോവുണ്ടാക്കും. കാരണം അങ്ങനത്തെ ഒരു മനുഷ്യനോട് ഞാനത് ചെയ്യുന്നത് തെറ്റാണ്, വളരെ തെറ്റാണ്. പൈസ ഉണ്ടാക്കുക എന്നുള്ളതല്ല, ഒരു കച്ചവടം ഉണ്ടാക്കുക എന്നല്ല, അത് എൻ്റെ ഇതാണ്. നമ്മൾ ശരിക്കും മനുഷ്യത്വപരമായിട്ട് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അത്. പിന്നെ അങ്ങനെ വളർന്നു, അങ്ങനെ ഒരു കടയായി. അപ്പോൾ അതിനകത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ അനിയൻ നേരത്തെ അവിടുന്ന് അനിയനെ വിട്ടു, അനിയൻ വേറെ ഷോപ്പിലുണ്ടായിരുന്നത്. അപ്പം ഞാൻ ബിൽഡിംഗ് മെറ്റീരിയൽസ് രംഗത്ത് ഞാനാണ് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം ജ്യേഷ്ഠന് അതിന് മുന്നേ ഇട്ടുണ്ടെങ്കിലും ബിൽഡിംഗ് മെറ്റീരിയൽസ് ഫീൽഡിലല്ല, വേറെ ഫീൽഡിലായിരുന്നു. ജ്യേഷ്ഠനെ കൊണ്ടുവന്ന് വേറെ ഷോപ്പിലാക്കി, അനിയനെ കൊണ്ടുവന്ന് വേറെ ഷോപ്പിലാക്കി, മരുവനെ കൊണ്ടുവന്ന് അവൻ വേറെ ഷോപ്പിലാക്കി. അങ്ങനെയൊക്കെ ഏകദേശം എല്ലാവരും നമ്മുടെ നൈജാർ സ്ട്രീറ്റിൽ ഈ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഫീൽഡിൽ തന്നെ ഉണ്ടായി. അപ്പം അനിയൻ അവിടുന്ന് വേഗം പണി വിട്ടതുകൊണ്ട് അനിയൻ്റെ പേരിലാണ് ലൈസൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഞാൻ വന്നതിന് ശേഷം എന്നെ ഒരു മാനേജർ എന്നുള്ള എൻ്റെ ഒരു വിസ ഉണ്ടാക്കിയിട്ട് ഞാൻ അവിടെ വിസയാക്കി. പിന്നെ ഇതെല്ലാം കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ്. ഏത് വർഷമായിരുന്നു കല്യാണം? കല്യാണം 86-ൽ. എന്നിട്ട് ചേച്ചി ഇങ്ങ് കൊണ്ടുവന്നപ്പോൾ ചേച്ചീനെ കൊണ്ടുവന്ന് ഞാൻ ഷോപ്പ് തുടങ്ങിയതിന് ശേഷമാണ് കൊണ്ടുവന്നത്. ഷോപ്പ് തുടങ്ങിയതിന് ശേഷം ഷോപ്പ് തുടങ്ങിയതിന് ശേഷം അനിയൻ പോയി കല്യാണം കഴിച്ചത്. അപ്പോൾ അങ്ങനെ ഇതായി ഒരു ഷോപ്പായി. പിന്നെ ബ്രൈറ്റ് എന്ന് പറഞ്ഞ ഷോപ്പ് ഇപ്പം കണ്ടില്ലേ, ബ്രൈറ്റ് എന്ന ഷോപ്പ് ഉണ്ടാക്കി കുറച്ച് വർഷത്തിന് ശേഷം. അതും ബ്രൈറ്റ് കുറേ വർഷങ്ങളായി, അത് 30-35 വർഷമായി. മറ്റേത് 39 വർഷമായി. ഇത് ഏകദേശം 30 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും ബ്രൈറ്റ് ഉണ്ടാക്കിയിട്ട്, 30 വർഷത്തിന് മുകളിലായി. അപ്പോൾ 2 കടയുണ്ടായി. അങ്ങനെ ഇപ്പം കടകൾ ഏകദേശം. പിന്നെ മകൻ്റെ പേരിൽ ഒരു ഷോപ്പുണ്ട്. മകനും ആദ്യം നമ്മുടെ ഓഫീസിലും എല്ലാം വർക്ക് ചെയ്തു. അവൻ പിന്നെ IT കാര്യങ്ങളും കുറച്ച് ബിസിനസ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോട്ടെ. പിന്നെ അവന് പുതുതായിട്ട് ഒരു ഷോപ്പ് ഉണ്ടാക്കി കൊടുത്ത്. അത് ടെക്നിക്കൽ, നമ്മൾ കൂടുതൽ കോമ്പറ്റീഷൻ ഇല്ലാതെ ആവട്ടെ എന്ന് വെച്ചിട്ടുള്ള ഇതേ പ്രൊഡക്റ്റ് തന്നെയല്ല, ടെക്നിക്കലായിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ബിൽഡിംഗ് മെറ്റീരിയൽ ഷോപ്പുണ്ട്, ജോട്ടൻ പെയിൻറ്റ് മിക്സ് ചെയ്യുന്ന 2 ഷോപ്പുണ്ട്. പിന്നെ ഒരു ഷോപ്പ് സേഫ്റ്റി ഐറ്റംസ് ആണ്, സേഫ്റ്റി ആൻഡ് പാക്കിംഗ് ഐറ്റംസ് ആണ്. അതെല്ലാം UAE പല ഭാഗത്താണ്. അബുദാബിയിലാണ്. അബുദാബിയിൽ ഒരു ബിൽഡിംഗ് തന്നെയാണ് ഇപ്പം 3 ഷോപ്പുള്ളത്. അപ്പോൾ ബാക്കി രണ്ട് മുസഫയിലുണ്ട്. പിന്നെ മകൻ്റെതും പിന്നെ നെയ്ത് തന്നെയാണ് വേറെ ഇപ്പുറത്തെ വശത്ത്. അപ്പം അങ്ങനെയൊക്കെ പോകുന്നു. അതിലിടക്ക് എനിക്ക് 3 കുട്ടികളുണ്ടായി. 2 ആളുടെ കല്യാണം കഴിഞ്ഞു. മോനൊരു മോനുണ്ട്. അപ്പോൾ ഇവൻ ബാക്കിയുണ്ട്. ഇവൻ ഇപ്പോൾ എൻജിനീയറിങ്, BTech എൻജിനീയറിങ് കഴിഞ്ഞിട്ട്, മെക്കാനിക്കൽ എൻജിനീയറിങ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇത്രയൊക്കെ സെറ്റപ്പായി നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഫാക്ടറി, ഇതാദ്യം ഉണ്ടായ ഫാക്ടറിയാണ്. അതിനുശേഷം വലിയൊരു ഫാക്ടറി അപ്പുറമുണ്ട്. പിന്നെ ഫാക്ടറിൻ്റെ കൂടെ തന്നെ കുറേ വെയർ ഹൗസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ കുറേ പ്രോപ്പർട്ടിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. അറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഈ ഫാക്ടറി ഉണ്ടാക്കിയിട്ട് 7-ാം തീയതി കഴിഞ്ഞ ജൂൺ 7-നാണ് ഉദ്ഘാടനം ചെയ്തത്. അല്ല, പവർ ഗ്രൂപ്പിൻ്റെ ഒരു ഗ്രൂപ്പായിട്ട് തന്നെ നമ്മൾ നിൽക്കുന്ന ആ സമയത്ത് അതിൻ്റെ സപ്പോർട്ടോടുകൂടിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ തനിച്ചല്ല ഇത് ഉണ്ടാക്കി. ഇനിയിപ്പം നമ്മൾ തനിച്ചായിട്ട് ഈ ഫാക്ടറി മറ്റുള്ള ട്രേഡിങ്ങിൽ ഇതുവരെ ഒന്നും വരുത്തിയിട്ടില്ല. അതുവരെ അങ്ങനെ തന്നെ നിൽക്കുന്നു. അപ്പോൾ അതാണ് നമ്മുടെ സ്ഥിതിയുള്ളത്.